എന്താണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിങ്ങിന് പലരുടെ അനുഭവങ്ങളും പലരുടെ സംശയങ്ങളും കൂടി വരുന്നതുകൊണ്ട് പറയുകയാണ്, എന്താണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിങ്ങിനെ ദോഷകരമായി ബാധിക്കുന്ന 7 കാര്യങ്ങൾ. ഞാൻ ഓൾറെഡി മിസ്സിംഗ് പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാണ്. ഏറ്റവും ബേസ് സാധനം അത് തന്നെയാണ്, മിസ്സിംഗ് പേയ്മെൻറ്റ്. നിങ്ങൾ ഏത് പേയ്മെൻറ്റ് മിസ് ചെയ്താലും അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിംഗ് സിസ്റ്റത്തിനകത്ത് ഒരു 6 വർഷത്തിന് ഇത് പെൻഡിങ് ആയിട്ട് കിടക്കും. അത് നിങ്ങളെ ഭയങ്കരമായി ബാധിക്കും. ഏത് ലെവലിൽ ബാധിക്കും എന്നുള്ളത് നിങ്ങൾ അപേക്ഷിക്കുന്ന ലോണുകളുടെ കാഠിന്യം പൊളിക്കും, അല്ലെങ്കിൽ ഈസിനെസ്സും കാഠിന്യവും പൊളിക്കും. അതുകൊണ്ട് മിസ്സിംഗ് പേയ്മെൻറ്റുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. 7 കാര്യങ്ങൾ ജസ്റ്റ് ആദ്യമേ തന്നെ പറയാം. ഒന്ന്, ബിസിനസ് ക്രെഡിറ്റ് കാർഡ്സ്. ഹൈ റിസ്ക് ആയിട്ടുള്ള തൊട്ടാ പൊള്ളുന്ന വസ്തുവാണ് ഈ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. എന്താണെന്ന് പുറകെ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ടു മെനി ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ്. അതായത് നമുക്ക് അവിടെ ഒരു അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കിടക്കുന്നു, ഇവിടുന്ന് ബാർക്ലേസിൻ്റെ എടുത്തിരിക്കുന്നു, അവിടുന്ന് സെയിൻസ്ബറിയുടെ എടുത്തിരിക്കുന്നു, അങ്ങനെ വഴി കിട്ടിയ സകല MBNA വന്നിട്ട് ലോകത്തുള്ള സകല വള്ളി കാർഡുകൾ എടുത്ത് കൈ പിടിച്ചു. ഇതെല്ലാം ക്രെഡിറ്റ് കാർഡുകളാണ്. ഇതിന് നാട്ടിലെ പോലെ റോളിങ് ആരംഭിക്കാന്ന് വെച്ചു. ഒരു കാർഡിൽ നിന്നുള്ള പൈസ തന്നപ്പോൾ അടുത്ത കാർഡിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടു, ഇവിടുന്ന് ക്യാഷ് ട്രാൻസ്ഫർ എടുത്ത് അങ്ങോട്ട് കൊടുത്തു, അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് പറിച്ചു. അങ്ങനെ ടു മെനി ക്രെഡിറ്റ് കാർഡ്സ് ഓൾറെഡി നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ അത് വളരെ ബാഡായിട്ട് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. 2, മിസ്സിങ് അക്കൗണ്ട്സ്. നിങ്ങൾ വേറെ ഇപ്പം പണ്ട് കൂട്ടത്തിൽ ഷെയർഡ് വീട്ടിൽ താമസിക്കുന്ന വീട്ടിനകത്ത് അവരടയ്ക്കാത്ത ബില്ല് നിങ്ങളുടെ പേര് കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾ പക്ഷേ ആ ബില്ലുകൾക്കകത്ത് നിങ്ങളുടെ പേരുണ്ട്. മിസ്സിങ് അക്കൗണ്ട് എന്ന് പറയും. അതായത് ഇങ്ങനൊരു വസ്തു ഉണ്ട് നിങ്ങളുടെ പേരിൽ, പക്ഷെ നിങ്ങളിതിനകത്തില്ല. ആ അക്കൗണ്ടിനകത്ത് നിങ്ങളില്ല. നിങ്ങൾ ഓൾറെഡി അവിടുന്ന് പോകുന്നു, വേറെ അടുത്തോട്ട് മാറി, നിങ്ങൾ വേറെ പുതിയ അക്കൗണ്ട് തുടങ്ങി നിങ്ങളുടെ ജീവിതം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ പേര് കട്ട് ചെയ്യാത്തടത്തോളം അതിൽ നിങ്ങളുടെ ലാപ്സായിട്ട് കിടക്കുന്ന ഒരു അക്കൗണ്ടാണത്. അതിൻ്റെ പേയ്മെൻറ്റ് എവിടെയെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അവരെ ബാധിക്കുന്നവരെ തന്നെ നിങ്ങളെ അത് ബാധിക്കും. നിങ്ങളത് അറിയുന്നില്ലായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു വസ്തു നിങ്ങളുടെ തലയിൽ കിടപ്പുണ്ട്, മിസ്സിങ് അക്കൗണ്ട്സ്. പിന്നൊന്ന്, യൂട്ടിലിറ്റി ബിൽസ്. യൂട്ടിലിറ്റി ബില്ലുകളുടെ എണ്ണം കൂടുന്നത്. ഇപ്പം സാധാരണഗതിയിൽ ഏതൊരു വീടിന് യൂട്ടിലിറ്റി, കറണ്ട്, വെള്ളം, ഗ്യാസ്, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസാണ്. അത് ഏത് വീടിനും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത്രയും ബില്ലുകൾ നിങ്ങൾക്ക് കാണും, ഇല്ലെന്ന് പറയുന്നില്ല. അതിന് പകരം പിന്നെ ഒരു 100 കൂട്ടം സാധനങ്ങൾ വേറെ യൂട്ടിലിറ്റി ബില്ലുകളുടെ എണ്ണം കൂടി മേടിച്ചു. അങ്ങനെ എത്ര വേണം കൂട്ടാം. നിങ്ങളിപ്പോൾ Xbox വാങ്ങിക്കപ്പം ഇതായിട്ട് കയറ്റാണെങ്കിൽ ബ്രോഡ്ബാൻഡ് വന്നു, പിന്നെ TV വന്നു, പിന്നെ നിങ്ങൾ അതിനുവേണ്ടി വേറെ എന്തെങ്കിലും സംഭവം വാങ്ങിച്ചു. യൂട്ടിലിറ്റി ബില്ലുകളുടെ എണ്ണം കൂടി ഒരു ലെവലിന് മുകളിൽ പോയാൽ നിങ്ങൾ എല്ലാ ഓവർ ക്രെഡിറ്റ് അപേക്ഷിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളൊരു ഇമേജ് വരും. അപ്പം ടു മെനി യൂട്ടിലിറ്റി ബില്ലുകളുടെ ഒരു ലെവൽ വരരുത്. അതുപോലെ ടു മെനി ക്രെഡിറ്റും അതിനകത്ത് വരരുത്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്ന എനിക്ക് സത്യം പിന്നെ കൺഫ്യൂഷൻ ഉണ്ട്. എനിക്കത് പറയാൻ ഞാൻ ഓൺ വേ പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വേറൊരു സംഭവമാണ് മിസ്റ്റേക്സ് യു ഡിഡ്ന്റ് മേക്ക്. നിങ്ങളിത് ചെയ്തിട്ടില്ല, നിങ്ങളിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒരു പഴയ വീട്ടിൽ നിങ്ങൾ ഷെയർ ആയിട്ടുള്ള വീട്ടിൽ താമസിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾ സകല പേയ്മെൻറ്റ് കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ക്രെഡിറ്റ് സ്കോറിംഗ് സിസ്റ്റത്തിനകത്ത് കാണിക്കുന്നു, നിങ്ങളുടെ ക്രെഡിറ്റ് ഫയൽ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നു നിങ്ങൾ വോഡാഫോണിൻ്റെ ബ്രോഡ്ബാൻഡിന് 100 പൗണ്ട് ഓവ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ സംഭവം ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ കോൺട്രാക്ട് നിങ്ങളുടെ പേരിലില്ല. ചിലപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പാസ്സായതാകാം, അങ്ങനെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അത് അപ്പുറത്തെ വീട്ടുകാർ നിങ്ങളുടെ പണിയൊന്നുമല്ല, ചിലപ്പോൾ ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പാസ്സാകാൻ ചാൻസ് ഉണ്ട്. അവരെ വിളിച്ചത് നിങ്ങൾ തിരുത്താത്രത്തോളം വോഡാഫോൺ കമ്പനി പോലും ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ബില്ല് ജനറേറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഭാഗം പ്രൂവ് ചെയ്തത് ഞങ്ങളുടെ ലാസ്റ്റ് ബില്ല് ഇവരുടെ അടച്ചതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആ ക്രെഡിറ്റ് ഫയലിനകത്ത് അവരത് തിരിച്ചെടുക്കും. ക്രെഡിറ്റ് ഏജൻസി തീർച്ചയായിട്ടും ഈ ക്രെഡിറ്റ് ഫയൽ മാനേജ് ചെയ്യുന്ന കമ്പനി, എക്സ്പീരിയൻസ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്ലിയർ സ്കോർ പോലത്തെ കമ്പനികൾ അവരും ക്ലിയർ ചെയ്ത് മാറ്റും. ഇങ്ങനെയൊരു തെറ്റ് അവരുടെ ക്രെഡിറ്റ് ഫയലിനകത്തുണ്ടായ തെറ്റ് തിരുത്തി മാറ്റിയില്ലെങ്കിൽ സ്റ്റിൽ ഇത് 6 വർഷം നിങ്ങളുടെ പേര് കിടക്കാൻ പോവുകയാണ്. നാളെ ചിലപ്പോൾ 3 വർഷം ആയി കഴിയുമ്പോൾ ഒരു വീടെടുക്കാൻ നിങ്ങൾ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് ഇങ്ങനെ നിങ്ങളുടെ പേര് ഒരു സംഭവം കിടപ്പുണ്ട്. നിങ്ങൾ ഓർക്കുന്ന കൂടി ഇല്ല സംഭവം എന്നുള്ളത്. ഇത് പ്രൂവ് ചെയ്യേണ്ട പേപ്പേഴ്സ് നിങ്ങളുടെ ഇല്ലതാണ്. അതുകൊണ്ടൊക്കെയാണ് ക്രെഡിറ്റ് സ്കോർ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ മുമ്പേ പറഞ്ഞ സാധനം തന്നെ, അൺപെയ്ഡ് ഡെപ്സ്. ലോൺ എടുത്തു, ലോണിൻ്റെ അടവ് 2 പ്രാവശ്യം അടയ്ക്കാൻ പറ്റുള്ളൂ. ശേഷം നിങ്ങൾ നാട്ടിൽ പോയി എന്തെങ്കിലും കാര്യം ഉണ്ടായി, വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി, നിങ്ങൾക്ക് അടുത്തൊരു 3 അടവ് അടയ്ക്കാൻ പറ്റിയില്ല. അതൊരു വമ്പം പണിയാണ്. നിങ്ങളെ സംബന്ധിക്കുന്ന എന്ത് കേസ് കിട്ടുന്നതിനകത്തും ഇനി ഈ ലോൺ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്നാണ് അഫോർഡബിലിറ്റി സ്കോർ എന്ന് തന്നെ പറയുന്നത്. അഫോർഡ് ചെയ്യാൻ പറ്റിയെന്നാണ് ആദ്യമേ എല്ലാ കമ്പനികളും കണക്ക് കൂട്ടുന്നത്. അത്രയും ഒരു ചെറിയ തുക പോലും, ഒരു തിരിച്ചടവിൻ്റെ തുക പോലും അഫോർഡ് ചെയ്യാൻ വയ്യാത്ത ഒരുത്തിന് അങ്ങനെ അതിൽ കൂടുതൽ ലോൺ കൊടുക്കുന്നത് എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് വരും. നമ്മോടാരും ആർഗ്യൂ എത്തുന്നില്ല, ആ സിസ്റ്റം തീരുമാനിക്കും ഇവൻ ലോണിന് അർഹനല്ല, കാരണം അവനത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സംഭവം വരും. അതുകൊണ്ട് അൺപെയ്ഡ് ഡെപ്സ്, മിസ്സിംഗ് പേയ്മെൻറ്റ് ആയിക്കോട്ടെ, അൺപെയ്ഡ് ഡെപ്സ് ആയിക്കോട്ടെ, നോ ചാൻസ്. ഒറ്റ കാരണവശാലും അങ്ങനെ ഒരു കുഴി പോയി പെടരുത്. പെട്ടാൽ നിങ്ങൾ കുറേ നാൾ കഷ്ടപ്പെടും. എന്നേക്കുന്നല്ല, കുറേ നാൾ കഷ്ടപ്പെടും. എൻ്റെയൊക്കെ കൂട്ടുകാർ 2014-15 കാലഘട്ടത്തിൽ 16 സമയത്തുള്ളവർ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 2016 പോയിട്ട് തിരിച്ചു വന്നവൻ അന്നത്തെ ഫോണിൻ്റെ അടവായിട്ടുള്ള വെറും ഒരു 30 പൗണ്ടോ 35 പൗണ്ടോ ഉള്ളൂ.
പക്ഷെ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കോപ്പും കുടച്ചക്രവും ഡെപ്റ്റ് കളക്ഷൻ ഏജൻസിയുടെ പൈസയൊക്കെ ആയിട്ട് ഭയങ്കര കൂടിയ തുകയെ കയറിയിട്ട് അവർക്കത് തിരിച്ചടയ്ക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം അത് കോടതിക്കൊക്കെ പോയി വമ്പം വള്ളിയെ കിടക്കാം. ഇവർ തിരിച്ചു വന്നു എന്നുള്ളത് ഡെപ്റ്റ് കളക്ഷൻ ഏജൻസി കണ്ടുപിടിക്കുകയും ചെയ്തു. അവർക്ക് മെയിൽ വന്നു, നിങ്ങളിത് ഇന്ന സംഭവം ഞങ്ങളുടെ സമൻസ് അയച്ച് നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അതൊക്കെ പണ്ടേ കഴിഞ്ഞു പോയതല്ലെന്ന് ഇവർ ഓർക്കുന്നത്. കഴിഞ്ഞു പോകുന്നില്ല. 6 വർഷം ഇത് ഈ ഫയലിനകത്തുണ്ട്. ഇത് വെയിറ്റ് ചെയ്യാം. പ്രശ്നം പറ്റാൻ പോയത് ഇവരിപ്പോഴും അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഇവർ വീണ്ടും ഈ സംഭവം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡെപ്റ്റ് കളക്ഷൻ ഏജൻസി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇവരുടെ ഈ പൈസ റിട്രീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും ഒന്നെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ഫയൽ വീണ്ടും തുടങ്ങും. അടുത്ത 6 വർഷം വീണ്ടും ഡിഫിക്കൽട്ട് ആകാൻ പോവാണ്. ഇതൊക്കെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ അറിയുന്നത്. നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും പറയാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായിട്ടുള്ള തുകകൾ പോലും വലിയ ചതിക്കുഴിയായിട്ട് മാറുന്ന സ്ഥലമാണിത് UK. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കുക. മിസ്സിംഗ് പേയ്മെൻറ്റും അൺപെയ്ഡ് ഡെപ്റ്റുകളും ചെയ്യരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ലൈഫായിരിക്കും UKയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അത് ഉണ്ടാകാൻ പോകുന്നത്. അവസാനമായിട്ട് പറഞ്ഞ സാധനം ലോങ് ടൈം ഷോപ്പിംഗ് ഇല്ല, ലോങ് ടൈം ലോൺ ഷോപ്പിംഗ്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ പർച്ചേസ് കാർഡുകൾ കിട്ടും. അർഗോസ്, ഡെവനാംസ്, മൺസൂണ്, നിങ്ങൾ യു ജസ്റ്റ് നെയിം ഇറ്റ്. ഏത് കമ്പനിക്കും ഉണ്ട്. ഇത് ഇന്ന് പിടിച്ചു ഞങ്ങളുടെ പുത്തൻ കാർഡ് പിടിച്ചു. പുത്തൻ കാർഡ് പിടിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ സാധനം വാങ്ങിക്കും 50 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇത്ര രൂപ ഓഫർ, 100 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 2 മാസം കഴിഞ്ഞ് അടച്ചാൽ മതി, 500 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 3 മാസം കഴിഞ്ഞ് അടച്ചാൽ മതി. അർഗോസിൻ്റെയൊക്കെ ഓഫറുണ്ട്. പണ്ട് ഇപ്പോൾ എടുക്കുക, ശേഷം 1 വർഷം കഴിഞ്ഞ് പൈസ അടച്ചാൽ മതി. പുത്തൻ TV ഒക്കെ അച്ഛാ എന്നും ഗാഡ്ജറ്റ് മാറ്റമായിരുന്നു അക്കാലത്ത്. ഞങ്ങളുടെയൊക്കെ സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ കാലഘട്ടത്തിൽ ഗാഡ്ജറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ 2 വർഷം കൂടുമ്പോഴും TV മാറുന്നു. എല്ലാ 6 മാസം കൂടുമ്പോഴും നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഭയങ്കര ബഹളമായിരുന്നു. ഇതെല്ലാം ഈ പേയ്മെൻറ്റുകൾക്ക് അത്ര വരുന്നതാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു പൈസ 6 മാസം കഴിഞ്ഞ് ഉണ്ടാവുമെന്ന് ഓർത്തുകൊണ്ട് ഈ കുഴിക്കകത്ത് പോയി ചാടരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വരുമാനമുള്ള ഒരാളായിരിക്കണം. റെഗുലറായിട്ട് ജോലിക്ക് കയറ്റം കിട്ടുകയും റെഗുലറായിട്ട് ജോലിക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്തൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ സേവിങ് കാണും. ഇന്ന് അയാൾ ഞാനും അതാണ് അഡ്വൈസ് ചെയ്യത്തുള്ളൂ. അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓടിപ്പോയി 500 രൂപയുടെ സാധനം 500 രൂപ കൊടുത്ത് തന്നെ വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ തലയിൽ കത്തണ്ടേ നിങ്ങൾ ഈ ബൈ നോ പേ ലേറ്റർ എന്നുള്ള പ്ലാനുകൾ, പർച്ചേസുകൾ, ലോൺ ഷോപ്പിംഗ് തന്നെ വിളിക്കുന്നത്. ഇത്തരം കാർഡുകൾ വഴി എടുക്കുന്ന വസ്തുവിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ് തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ, അവരുടെ അടവ് തുടങ്ങുന്ന ആ മന്ത് ഉണ്ടല്ലോ, ആ മന്തിന് മുമ്പ് അത് അടയ്ക്കാനുള്ള പൈസ നിങ്ങൾ ഇച്ചിച്ചായിട്ട് സേവ് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ള ടൈം നിങ്ങൾക്കുണ്ട്. 1000 പൗണ്ട് സാധനം ആയിക്കോട്ടെ അത്. എങ്കിലും ബൈ നോ പേ 6 മന്ത് ലേറ്റ് എന്നുള്ള പ്ലാനിനകത്ത് പോലും 200 പൗണ്ട് വെച്ചിട്ടാൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനുള്ള സാധനമുള്ളത്. ഒരു മാസം 200 പൗണ്ട് വെച്ച് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 6 മന്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അടയ്ക്കാനുള്ള സാധനമായി. പക്ഷേ ആ 6 മന്ത് നിങ്ങൾ സാധനം ഉപയോഗിക്കായിരുന്നു ഇല്ല. സാധനം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നു. സോ സ്റ്റിൽ ഇറ്റ്സ് സച്ച് എ ഗുഡ് ഓപ്ഷൻ. നല്ലൊരു പരിപാടിയാണത്. പക്ഷേ കുറച്ച് മൂള വെച്ച് വേണത് കാണിക്കാൻ. കുഴപ്പം നിങ്ങളത് അടച്ചില്ല, നിങ്ങളതിൻ്റെ മിനിമം പേയ്മെൻറ്റ് കയറി. അതൊരു ക്രെഡിറ്റ് കാർഡ് സിസ്റ്റമാണ് ശരിക്കും. അത്തരം ഷോപ്പിങ്ങുകൾ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് മോചനം തരത്തില്ല. നിങ്ങളിങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പലിശ നിങ്ങളിപ്പോൾ ഒരു 100 പൗണ്ട് അതിനകത്തോട് അടയ്ക്കുന്നു, 200 പൗണ്ട് അടയ്ക്കുന്നു. 200 പൗണ്ട് അടയ്ക്കുന്നതിന് കൊടുത്ത് അന്നേരം അടുത്ത കീഴെ കാണാം ഇൻട്രസ്റ്റ് റേറ്റ് അടുത്ത് ആഡ് ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്യും. ചിലപ്പോൾ 30 പൗണ്ടാവും, ചിലപ്പോൾ 60 പൗണ്ടാവും, 70 പൗണ്ടാവും. ചില സമയത്തൊക്കെ 100 പൗണ്ടിന് മുകളിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ ഇത് അടച്ചിട്ട് തീരാത്തേ. കാരണം ഇതാണ്, ഓരോ മാസവും കിട്ടേണ്ട അത് ഈ ക്രെഡിറ്റ് കമ്പനികൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാതെ കുറേ ടേംസ് ഉണ്ട് ഇതിന്. APR, പ്രീ പെയ്ഡ് പേയ്മെൻറ്റ്സ്, മിനിമം പേയ്മെൻറ്റ്, ഡ്യൂ പേയ്മെൻറ്റ്, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇതെല്ലാം ഏതാണ്ടെല്ലാം ഒരേ കാര്യം തന്നെയാണല്ലോ പറഞ്ഞെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥമാണ് ഇതിന് കൊടുക്കുന്നത്. ഈ ഇൻട്രസ്റ്റ് റേറ്റുകൾ വരുന്നതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്ന, എഴുതി കണക്ക് കൂട്ടുന്ന പഴയ ഗുണനപ്പട്ടികയില്ല, സാഹു സ്റ്റൈലിലല്ല ഇത് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകത്തേ ഇല്ല എങ്ങനെയാണ് ഈ ലോൺ പിന്നെ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കാൻ പോകുന്നത്. ലോണേ എടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. പക്ഷേ ലോൺ എടുക്കാതെ ജീവിക്കാൻ UKയുടെ സിറ്റുവേഷൻ അത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ലോൺ എടുക്കാം, കാർഡുകൾ വെച്ച് പർച്ചേസ് ചെയ്യാം. പക്ഷേ അത് അടയ്ക്കാനുള്ള പൈസ, അത് അടയ്ക്കാനുള്ള ഡ്യൂ എമൗണ്ടിൻ്റെ ടൈം ആവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ കളിക്ക് നിൽക്കരുത്. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിങ്ങിനെ ഭയങ്കര ദോഷകരമായി ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.